ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള നമ്മുടെ ബയോളജിയിലെ 6th ചാപ്റ്റർ ആയിട്ടാണ്. ദാറ്റ് ഈസ് ദ റൂട്ട് സിസ്റ്റം. റൂട്ട് അല്ലെങ്കിൽ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും കാണപ്പെടുന്ന ഒരു പാർട്ടാണ് റൂട്ട് എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഈ റൂട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? റൂട്ടിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കുമോ? അല്ലല്ലോ. റൂട്ടിന് വേറെ ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് വൈറ്റ് പോലെയുള്ള കളേഴ്സ് ആയിരിക്കും റൂട്ടിനായിരിക്കുന്നത്. അപ്പോൾ ഈ കളർലെസ് ആവാൻ അല്ലെങ്കിൽ നോൺ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ക്ലോറോഫിൻ്റെ ആബ്സെൻസ് മൂലമാണ്. അതുപോലെ തന്നെ ഈ റൂട്ടുകൾ നമ്മുടെ സ്റ്റെമ്മിൻ്റെ പോലെ നോട്ട്സോ ഇന്റർനോട്ട്സോ ആയിട്ടൊന്നും എന്താ ചെയ്തില്ല, ഡിവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ റൂട്ടിനകത്ത് ലീവ്സ് ബഡ്സ് ഒന്നും പ്രസൻ്റ് അല്ല. ഇത്രയൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എന്നാൽ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ട് അതിനകത്ത് കുഞ്ഞു നാരുകൾ ഇങ്ങനെ വെറുതെ കാണുന്ന ആ ടൈപ്പ് ഓഫ് റൂട്ടിനെ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതല്ല, ഒരുപാട് ഫൈബേഴ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും. നമ്മുടെ കുഞ്ഞു പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ. ഒരുപാട് നാരുകൾ നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് റൂട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്, ടാപ്പ് റൂട്ട് ആൻഡ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്. അതുപോലെ തന്നെ ഒരു റൂട്ടിനെ എടുത്തു കഴിഞ്ഞാൽ മെയിൻലി 4 റീജിയൻസ് ആണ് റൂട്ടിന് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ റൂട്ട് ക്യാപ്പ് റീജിയൻ, സെക്കൻഡ് വൺ ഈസ് ദ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ല് ആൻഡ് തേർഡ് വൺ ഈസ് ദ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ആൻഡ് ഫോർത്ത് വൺ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഏതൊക്കെയാണ്? റൂട്ട് ക്യാപ്പ് റീജിയൻ ഉണ്ട്, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ ഉണ്ട്, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ ഉണ്ട്, റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഉണ്ട്. ഇങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് നമ്മുടെ റൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് റൂട്ട് ക്യാപ്പ് റീജിയൻ. അതായത് റൂട്ടിൻ്റെ ആ ക്യാപ്പ് പോർഷൻ അല്ലെങ്കിൽ ടിപ്പ് പോർഷനാണ് റൂട്ട് ക്യാപ്പ്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് ഗ്രോയിങ് റീജിയൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോർഷനെയാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ പോർഷനെയാണ് ഇതാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് നമ്മുടെ റൂട്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എല്ലാ പ്ലാന്റ്സിൻ്റെ കേസിലും റൂട്ട് ഇങ്ങനെ വേരുകളായിട്ട് അല്ലെങ്കിൽ നാരുകളായിട്ടായിരിക്കില്ല. ചില കേസിൽ അതിന് മോഡിഫിക്കേഷൻ വരുത്താറുണ്ട്. എന്നാൽ മോഡിഫിക്കേഷനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അസിമിലേഷന് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി റൂട്ട് മോഡിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ക്യാരറ്റ്, പൊട്ടാറ്റോ ഒക്കെ ഇതൊക്കെ എന്താണ്? റൂട്ടാണ് അല്ലേ. അതിൻ്റെ റൂട്ടാണ്. അത് ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻലി നമ്മുടെ റൂട്ടിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷൻ 2 ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ, 2 ടൈപ്പ് എന്ന് പറയാൻ കാരണം ടാപ്പ് റൂട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻസ്, അതുപോലെ അഡ്വൻറ്റേഷ്യസ് റൂട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ടാപ്പ് റൂട്ടിനകത്ത് കാണിക്കുന്ന മോഡിഫിക്കേഷൻസ് കോണിക്കൽ റൂട്ട്, ഫുസിഫോം റൂട്ട്, നാപ്പിഫോം റൂട്ട് ആൻഡ് ട്യൂബറസ് റൂട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്വൻറ്റേഷ്യസ് റൂട്ടിൽ കാണിക്കുന്നത് ട്യൂബറസ് റൂട്ട്, ഫെസിക്കുലേറ്റർ റൂട്ട്, നൊഡൂളസ് റൂട്ട് ആൻഡ് മോണിലിഫോം റൂട്ട്. ഇങ്ങനെ 4 ആയിട്ടാണ് നമ്മുടെ അഡ്വൻറ്റേഷ്യസ് റൂട്ടിൽ കാണുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റൂട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആങ്കോറേജ് ആണ്. മണ്ണിൽ അതിനെ പിടിച്ചു നിർത്തുന്നത്, അതായത് ഏതൊരു പ്ലാന്റിൻ്റെയും മണ്ണിൽ അല്ലെങ്കിൽ സോയിലിനകത്ത് പിടിച്ചു നിർത്തുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ആങ്കോറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് അബ്സോർപ്ഷൻ. മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിൻ്റെ മറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ റൂട്ടാണ്. ആൻഡ് തേർഡ് ഫംഗ്ഷൻ സ്പെഷ്യൽ ഫംഗ്ഷൻ. അതാണ് ഞാൻ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ. അതായത് ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഫുഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ അസിമിലേഷൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ചില രീതിയിൽ അതിന് മോഡിഫിക്കേഷൻ വരുത്താറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടി ക്യാരറ്റ്, പൊട്ടാറ്റോ ഒക്കെ ആ ഒരു ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ ഒരു ഫോമിൽ റൂട്ട് മോഡിഫൈ ചെയ്യും. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഫങ്ഷൻസും നമ്മൾ റൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഫസ്റ്റ് നമ്മൾ ഡൈക്കോട്ട് റൂട്ടാണ് എടുക്കുന്നത്. ഡൈക്കോട്ട് റൂട്ട് മെയിൻലി കാണിക്കുന്ന പാർട്സുകളാണ് നമ്മുടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് റൂട്ട് ഹെയർസ് ഉണ്ടായിരിക്കും. ഏറ്റവും പുറത്ത് കുഞ്ഞു കുഞ്ഞു റൂട്ട് ഹെയർസുകൾ പ്രസൻ്റ് ആയിരിക്കും. അതിന് തൊട്ട് താഴെ വരുന്ന പോർഷനെയാണ് നമ്മൾ എപ്പിബ്ലമ്മ എന്ന് പറയുന്നത്. എപ്പിബ്ലമ്മ കഴിഞ്ഞാൽ നെക്സ്റ്റ് കോർട്ടക്സ്,
കോർട്ടക്സ് കഴിഞ്ഞാൽ എൻഡോഡെർമിസ്, അതായത് എൻഡോഡെർമിസിനും എപ്പിപ്ലമയ്ക്കും ഇടയിൽ വരുന്ന പോർഷനെയാണ് നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നത്. കോർട്ടക്സ് എൻഡോഡെർമിസിന് തൊട്ട് താഴെ എന്തുണ്ടായിരിക്കും? വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും, ഒരു പിത്ത് ഉണ്ടായിരിക്കും. പിത്ത് കഴിഞ്ഞാൽ കൺജക്റ്റീവ് പാരങ്കൈമാസ് ഉണ്ടായിരിക്കും. കൺജക്റ്റീവ് പാരങ്കൈമാസിൽ വരുന്ന നമ്മുടെ പ്രോട്ടോക്സൈലം, മെറ്റാക്സൈലം, ഫ്ലോയം, സ്ക്ലീറൻകൈമ, ഇത്രയൊക്കെ പോർഷൻസ് വരുന്നത്. ഇതാണ് ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൈക്കോട്ട് പ്ലാന്റ്സിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻലി നമ്മുടെ റൂട്ടിൻ്റെ കേസിൽ 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത്സ് ആണുള്ളത്, പ്രൈമറി ഗ്രോത്ത് ആൻഡ് സെക്കൻഡറി ഗ്രോത്ത്. പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിന് ഇലോങ്ങേഷൻ സംഭവിക്കുക, ലെങ്ത് വൈസ് റൂട്ടിനുണ്ടാവുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ചില നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റ്സിൻ്റെ കേസിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കാറുണ്ട്, അതായത് വിഡ്ത്ത് വൈസ് ഇൻക്രീസ് ഉണ്ടാവും. ആ വിഡ്ത്ത് വൈസ് ഗ്രോത്ത് നടക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. മെയിൻലി അത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അത് അങ്ങനെ സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് വാസ്കുലാർ കാമ്പിയം, കോർ കാമ്പിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഈ കാമ്പിയത്തിൻ്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ആണ്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ്, വാട്ട് ഈസ് കൺജക്റ്റീവ് ടിഷ്യൂസ്? നമ്മൾ റൂട്ടിൻ്റെ സെക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് അല്ലേ കൺജക്റ്റീവ് ടിഷ്യൂസ് എന്താണെന്ന്. എന്താണ് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ പാരങ്കൈമ ടിഷ്യൂ. അതൊരു പാരങ്കൈമ ടിഷ്യൂ ആണ്. ഇറ്റ് ഈസ് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ ഒരു റേഡിയലി അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പാച്ചസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂസ്, പാരങ്കൈമ ടിഷ്യൂസിനെയാണ് നമ്മൾ കൺജക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ഔട്ട് 2 മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ, കാരണം ഡൈക്കോട്ട് റൂട്ടിൻ്റെ കേസിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണ് സെക്കൻഡറി ഗ്രോത്ത്. ഈ സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ് കാമ്പിയംസ് എന്ന് പറയുന്നത്, വാസ്കുലാർ കാമ്പിയം, കോർ കാമ്പിയം എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിനകത്ത് വാസ്കുലാർ കാമ്പിയംസ് 2 മുതൽ 6 വരെയുള്ള വാസ്കുലാർ കാമ്പിയംസ് പ്രസൻ്റ് ആണ്. പക്ഷെ മോണോകോട്ട് റൂട്ടിനകത്ത് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടെങ്കിലും കാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ 6th ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്